ഹായ് നമസ്കാരം. നാടൻ കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ കേരള അഗ്രിക്കലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനെ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തുക. കൃഷിയിൽ എന്തെങ്കിലും പോരായ്മക്കുറവുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അറിവുള്ളവർ പറഞ്ഞു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് കൃഷിയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ 20 സെൻറ്റിൽ ചെയ്തെടുത്ത വെണ്ട കൃഷിയാണ്. അത് നട്ട് 2 ആഴ്ച പ്രായമായതും അതിനുശേഷം ഒരു 4 ആഴ്ച പ്രായമായതും കൂടി ഞാൻ വീഡിയോ പകർത്തി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് വീഡിയോ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് നമ്മളിപ്പോൾ നട്ട് ഒരു 2-2.5 ആഴ്ച ആയതിനു ശേഷം വീഡിയോ പകർത്തിയതാണ്. ചിലതൊക്കെ നേരത്തെ കൂട്ടി തന്നെ വളർന്നു, പൂവും മുട്ടൊക്കെ വന്നു തുടങ്ങി. ഇതിപ്പോൾ നമ്മൾ നട്ടത് മണ്ണൊക്കെ നല്ലതുപോലെ കിളച്ച് അതിൽ ചാരം, നല്ല ഉണക്കിയ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് നല്ലതുപോലെ മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം ട്രേയിൽ മുളപ്പിച്ചെടുത്ത വെണ്ട തൈകളായിരുന്നു. ഇതിൽ 2 അടി അകലത്തിൽ നട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇത് നട്ട് മണ്ണിൽ വേരൊക്കെ പിടിച്ചതിന് ശേഷം 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് മില്ലിൽ നിന്നും പൊടിപ്പിച്ച് വാങ്ങി ചുവട്ടിൽ ഓരോ പിടി വിതറിയതിന് ശേഷം മണ്ണൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ അടുപ്പിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ വളപ്രയോഗങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു. ചിലതൊക്കെ അത്യാവശ്യം നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് തണ്ടൊക്കെ നിൽപ്പുണ്ട്. ചിലതൊക്കെ പതിയെ മാത്രം മുളച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു 4 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഉള്ള കുറച്ചുകൂടി വളർന്നതിനുള്ള വീഡിയോയും പിടിച്ച് ഞാൻ ഇതിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ മഴവെള്ള സംഭരണിയാണ് ഇതൊക്കെ 2-3 ടാങ്ക് വാങ്ങി വച്ചിട്ടുണ്ട്. വീടിൻ്റെ ടോപ്പിൽ നിന്നും വരുന്ന മഴവെള്ളം ശേഖരിച്ച് അതിൽ നിന്നൊക്കെയാണ് നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ട്രേയിൽ മുളപ്പിച്ചെടുത്ത വിത്താണ് നമ്മൾ അവിടെ നട്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 4 ആഴ്ച പ്രായമായിരിക്കുന്നു. ഇപ്പോൾ നല്ല തണ്ടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് വളർന്നിരിക്കുന്നത്. വേറെ ഇലരോഗങ്ങളോ പുഴുക്കുത്തോ അങ്ങനെ ഒന്നും തന്നെ ഇതിൽ ഇല്ല. നല്ല കണ്ടില്ലേ, എല്ലാവർക്കും നല്ലതുപോലെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇപ്പോൾ നമ്മുടെ 4 ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള വെണ്ട തൈകൾ. എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നിട്ടുണ്ട്. പൂവും കായൊക്കെ വന്ന് ഇതിനെ ഇടയ്ക്ക് വെച്ച് കായൊക്കെ നമ്മൾ പിച്ചിയായിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ ചില വെണ്ട തൈകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് പെട്ടെന്ന് വളർന്നു. അതിൽ കായൊക്കെ നേരത്തെ പിടിച്ചായിരുന്നു. അതിൽ നിന്ന് ഏകദേശം 3/4 കിലോളം വെണ്ട നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നു. ഇത് ഒരുമിച്ച് വെണ്ടകളെല്ലാം പിടിച്ചാലേ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റൂ.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ മാത്രമല്ല എൻ്റെ നാടൻ കൃഷി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇത് വെണ്ട പിച്ചുന്നതും നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതും വീഡിയോ അടുത്ത പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.